കൊച്ചി പള്ളുരുത്തി സെയിന്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളിൽ സമവായം ഉണ്ടായി എങ്കിൽ നല്ലതെന്നും മേലിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകരുതെന്നും മന്ത്രി പറഞ്ഞു. എന്തിന്റെ പേരിലാണെങ്കിലും ഒരു കുട്ടിയുടെ അവകാശം നിഷേധിക്കാൻ കഴിയില്ല എന്നും മന്ത്രിയുടെ പ്രതികരണം. ഇത്തരം സംഭവങ്ങളുടെ പേരിൽ വർഗീയ വേർതിരിവ് ഉണ്ടാകാൻ ചില വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങളും കോടതി വിധികളും മുൻനിർത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്. വിഷയത്തിൽ സ്കൂൾ തലത്തിൽ എന്തെങ്കിലും സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നാണ് എനിക്ക് വ്യക്തമാക്കുവാനുള്ളത്. ആ വിഷയം അങ്ങനെ തീരുമെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കും. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ശാന്തമായ അന്തരീക്ഷത്തിൽ പോകണം. അവിടെ ജാതിയുടെ കാര്യം പറഞ്ഞോ, മതത്തിൻ്റെ കാര്യം പറഞ്ഞോ, വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞോ, ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞോ ഒരു സംഘർഷവും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളാണെങ്കിലും NOC പുതുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണെന്നും അതെല്ലാം ആലോചിച്ച് മുന്നോട്ട് പോകണമെന്നും മന്ത്രി പ്രതികരിച്ചു. മന്ത്രിക്ക് മറുപടിയുമായി സ്കൂൾ മാനേജ്മെന്റ് രംഗത്തെത്തുകയും ചെയ്തു. പരാമർശം പിൻവലിക്കണമെന്നും സ്കൂൾ NOC സംബന്ധിച്ച നിയമങ്ങൾ മാറിയത് മന്ത്രി അറിഞ്ഞില്ലേ എന്നുമായിരുന്നു ചോദ്യം. DD ഓഫീസിൽ നിന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു. 9:15 ആ ടൈമിലാണ് ഞങ്ങൾ സ്കൂൾ മെയിലിൽ ഇങ്ങനെ ഒരു നോട്ടീസ് റിസീവ് ചെയ്യുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അഭ്യർത്ഥിച്ചതിന് പ്രകാരം നമ്മളത് റിപ്പോർട്ട് കറക്റ്റ് 11 മണിയായപ്പോൾ തന്നെ അത് സബ്മിറ്റ് ചെയ്തു. ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വി വോണ്ട് ഡിനൈ. ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല. സ്റ്റിൽ നൗ ഷീ ഈസ് അവർ സ്റ്റുഡന്റ്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റാഫി, സമവായം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് നടക്കട്ടെ എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒരു ഏതെങ്കിലും തരത്തിൽ ഇന്നലെ ഒക്കെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നായിരുന്നു ചില പ്രതികരണങ്ങളൊക്കെ വന്നത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ? അതായത് പ്രശ്നം പരിഹരിച്ചു എന്ന ഇന്നലത്തെ നിലയിലേക്ക് മന്ത്രിയുടെ പ്രതികരണത്തോടെ കാര്യങ്ങൾ പോകുമോ? സമവായം നടപ്പാകുമോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം സമവായം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് ഇന്ന് സ്കൂൾ മാനേജ്മെന്റ് കുട്ടിയുടെ പിതാവുമായി ചർച്ച നടത്തുന്നുണ്ട്, കുട്ടിയുടെ പിതാവുമായി സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അതിനുശേഷമായിരിക്കും ഇത്തരം ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഇന്നലെ ഈ വിഷയത്തിൽ സമവായ ശ്രമങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി കുട്ടിയെ സ്കൂളിൽ തന്നെ സ്കൂളിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പിതാവ് സമ്മതിക്കുകയും ആ തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്, റിപ്പോർട്ട് തേടുന്നതും പിന്നീട് റിപ്പോർട്ട് തേടിയ റിപ്പോർട്ട് ലഭിക്കുന്നതും DD നൽകിയ റിപ്പോർട്ടിൽ സ്കൂളിന് വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ നിന്ന് ഒരു മറുപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ആ നിലയിൽ മന്ത്രി പ്രതികരിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇതിൽ സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ പ്രതികരണത്തിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഇന്ന് രാവിലെ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ ഇത് വ്യക്തമാക്കുമ്പോൾ തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് DD നൽകിയ റിപ്പോർട്ട് അതിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് സ്കൂൾ പറയുന്നത്. കുട്ടിയെ ഒരു തരത്തിലും പുറത്താക്കിയിട്ടില്ല. അത് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ തങ്ങളുടെ പക്കലുണ്ട്. സ്കൂളിനും സ്കൂളിൻ്റെതായ നിയമാവലിയുണ്ട്, യൂണിഫോം പോളിസീസ് ഉണ്ട്. അത് കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു കുട്ടിക്കായി വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അത് തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റിൻ്റെയും PTA തീരുമാനമെന്നും ഇന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ DDയുടെ അന്വേഷണ റിപ്പോർട്ടിന് മറുപടി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ DDയുടെ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നൽകിയിരിക്കുന്ന നോട്ടീസിനൊപ്പം ഒരു ഉത്തരവുമുണ്ട്. അതിനെതിരെ കോടതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് സ്കൂളിനെതിരായി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവന വരുന്നത്. അത് പ്രധാനമായും സ്കൂളിൻ്റെ NOC സംബന്ധിച്ചാണ്. അതിനും സ്കൂൾ അധികൃതർ മറുപടി നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ NOCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള മന്ത്രിയുടെ പരാമർശം പിൻവലിക്കണം എന്നുള്ളതാണ് സ്കൂൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ സ്കൂൾ അധികൃതരും ഈ കുട്ടിയുടെ പിതാവും തമ്മിൽ നടത്തുന്ന ആ ഒരു ചർച്ച അല്ലെങ്കിൽ അവർ തമ്മിൽ നടത്തുന്ന കൂടിയാലോചന, അതിലുണ്ടാകുന്ന തീരുമാനമായിരിക്കും ഈ വിഷയത്തിൽ ഇനി ഏറെ പ്രധാനമാവുക. ഈ കുട്ടി സ്കൂളിൽ തന്നെ തുടരുമോ, സ്കൂളിൻ്റെ നിയമാവലി അനുസരിച്ച് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്നുള്ളതാണ്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്യും. ശരി, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.